നമ്മൾ ഇത്ര നേരം ഇതിലെ വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് നല്ലൊരു സൂര്യകാന്തി പാടം കണ്ടത്. ഇത് കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളുടെ പ്രളയമായിരിക്കും എന്തത് ഇവിടെ നിർത്തണ്ട കേട്ടോ. അടിപൊളി, ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. അമേസിങ്. എൻ്റെ ഗുണ്ടൽപേട്ട് ഇങ്ങനെയല്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ വയനാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ടയിലേക്ക് പോവാണ്. എല്ലാ പ്രാവശ്യം അവിടെ പൂവുണ്ടായി കഴിയുമ്പോൾ വയനാടുകാരുടെ മെയിൻ ഒരു പരിപാടിയാണ് അവിടെ പോയിട്ട് പൂ കാണൽ എന്ന് പറഞ്ഞ പരിപാടി. അപ്പം അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്നാണ് പോകുന്നത്, മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളതെന്നുള്ളത്, ഞാൻ അതിലെ മൈസൂരാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം മിക്ക ടൈമിലും അതിലെ പോകാറുള്ളതാണ്. എന്താ അതിന് മാത്രം കാണാനുള്ളത് ചോദിച്ചാൽ ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ആ പൂവ് കാണാനല്ല എനിക്ക് താല്പര്യം. എനിക്ക് അതിൻ്റെ ഉള്ളിട്ടുള്ള കുറേ ഗ്രാമങ്ങളില്ലേ, അതിൽ കൂടെ പോകുമ്പോൾ ഇപ്പം നമ്മളൊരു 10 കൊല്ലം മുമ്പ് പോയെന്ന് ഒരു വ്യത്യാസമില്ലാതെ ആ ഗ്രാമം അതേപടി തന്നെ ഇപ്പോഴും ഉണ്ട്. കാളവണ്ടിയും പിന്നെ അവിടുത്തെ ആൾക്കാർ ഇരിക്കുന്നതും. അതെ, അവിടുത്തെ വീടുകളാണെങ്കിൽ ആൾക്കാർ ഇരിക്കുന്ന ആൽമരത്തിന് ഒരു ആൽത്തറയും കാര്യങ്ങളും, അതിന്റെ അറ്റത്ത് കാളവണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലങ്ങള്. കുറെ പഴയ കാലത്തിലായിട്ട് പോയ പോലെ ഒരു ഫീൽ കിട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ദൂരവ്യത്യാസം ഉള്ളെങ്കിലും നമുക്ക് ഇവിടെ എല്ലാ കാഴ്ചകളും നമ്മൾ ഷോർട്ടല്ലേ. അതായത് നമുക്ക് കുന്നും മലയായതുകൊണ്ട് അല്ലെങ്കിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ കാഴ്ചയ്ക്കൊരു നീളത്തിനൊരു പരിധിയില്ല, നല്ല ദൂരത്തിൽ വരും. അപ്പൊ ആ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ, ഫീൽഡിൽ വരുന്ന ഒരു വ്യത്യാസമില്ലേ. മനസ്സിലായി. നമ്മള് ഇപ്പം ഈ കാട്ടിൽ നമ്മൾ മുത്തങ്ങ കാട് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോ തന്നെ അതെ അതെ ആ ഒരു ഒറ്റ വ്യൂ അങ്ങനെ കിട്ടും. ഇപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ ജസ്റ്റ് കോഴിക്കോട് പോയിട്ട് കടൽ കാണുമ്പോൾ പോലും ആ ഇത് വന്നിരുന്നു, നമ്മൾ വയനാട്ടിൽ തന്നെയുള്ള അങ്ങനെ നിന്നിട്ടേ. പക്ഷെ ഇവിടെ എന്തൊക്കെയാണെങ്കിലും എത്ര കണ്ടാലും മടുക്കില്ല, അതൊക്കെ ചിലപ്പോൾ മടുത്തേക്കാം കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ആദ്യം ഉണ്ടല്ലോ ഈ പൂവ് അവിടെ ഉണ്ടാക്കുന്നില്ലേ, അത് ഈ കേരളത്തിൽ ഓണക്കാലാവുമ്പോഴുള്ള ഈ സംഭവം ഉണ്ടാകുന്നേ. അത്ത പൂക്കളെ ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മെയിൻ ആയിട്ട് ഈ എന്താ പെയിന്റ് കമ്പനി ഇല്ലേ, അതിനകത്തായിട്ടാണ് ഈ സാധനം പോകുന്നത്. പെയിന്റ് കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പൂവ് നമ്മൾ അങ്ങനെ ഒരു ഇത് കണ്ടുപിടിച്ചതാ ഈ പൂവ് കൊണ്ടേ. അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഗുണ്ടൽപേട്ടിൽ പൂ വരുന്നതിന് മുമ്പ് ഈ ചെണ്ടുമല്ലി അല്ലായിരുന്നല്ലോ മെയിനായിട്ട് പൂക്കളത്തിന് യൂസ് ചെയ്യുന്നത്. ഇത് ചെണ്ടുമല്ലി അല്ല അവിടെ നിന്ന് അധികം പൂക്കളത്തിന് വരുന്നത്. അവരവിടെ അത് മറ്റു പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ പൂക്കൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു 10-15 ആയിട്ട് ഇങ്ങനെ കാണുന്ന എല്ലാ പൂവും പറിച്ചിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് പൂവൊന്നും പറിക്കാതെയും കിട്ടാതെയൊക്കെ ആയ സമയത്ത് നമ്മളിങ്ങനെ ഒരു ഇത് കണ്ടുപിടിച്ചതാണ്, ഇങ്ങനെ ഈ പൂവ് അങ്ങ് ഉപയോഗിക്കാന്നുള്ളത്. പിന്നീട് നമ്മുടെ ചിന്തയിൽ അത് ഓണത്തിന് വേണ്ടിയിട്ടാ അവിടെ കൃഷി ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് ചിന്ത മാറിയതാണ്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്നത്. ഞാനും പിന്നെ അവിടെ മെയിൻ ആയിട്ട് ചെണ്ടുമല്ലി, പിന്നെന്താ സൂര്യകാന്തി. അതിലെനിക്ക് ഏറ്റവും ഇത് സൂര്യകാന്തിയിലാണ് അബദ്ധം പറ്റിയത്. സൂര്യകാന്തി പൂവിന്റെ ആവശ്യമേ അല്ലല്ലോ ഉപയോഗിക്കുന്നത്, അതിന്റെ വിത്തിന് വേണ്ടിയിട്ടാന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയുന്നത്. ശരിക്കും ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതേപോലെ പൂവുള്ളത്, ഗുണ്ടൽപേട്ട മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല അങ്ങനെ അധികം, അങ്ങനെ കുറേ ആയിട്ട്. തേനി ഭാഗത്ത് അങ്ങനെയുള്ള എടുത്തില്ലേ, അറിയത്തില്ല. അത് തമിഴ്നാടോ? ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് അധികം കാണുന്നത് ഇടുക്കിയിലുള്ള അങ്ങനെ ആ ഭാഗത്തുള്ളവരില്ലേ, അവർക്ക് അവിടെ നിന്ന് പോയിട്ട് കാണാൻ പറ്റുന്ന അടുത്തായിട്ടുള്ള ഏതൊരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഈ അടുത്ത. ഞാൻ പറഞ്ഞു കർണാടക ഭാഗത്തെ നമ്മൾ ഈ ഗുണ്ടൽപേട്ട കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ശരി, ബാവലി വഴി പോകുമ്പോഴും പൂക്കൃഷി അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് അവിടെ പോയേ പറ്റൂ, അതുകൊണ്ടാണ് ഇന്ന് അവിടെ പോകുന്നത്. ബത്തേരി നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ജൂബിലി ഇല്ല, ഇതിന്റെ താഴെ എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. മൈജീന്റെ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ വിളിച്ചു നോക്ക്. ജൂബിലി ഇവിടെ പറഞ്ഞേ. അതാ നിൽക്കുന്നു. എവിടെ? ഇത് എന്ത് മൈജിയാണ്? ഇത് മൈജീന്റെ അവിടെ നിൽക്കുന്നു പറഞ്ഞ ആളിത് ഇവിടെ കൊറേ നേരം ആയോ നിക്കാൻ തുടങ്ങിയിട്ട്? കണ്ടോ ആ ടോണ് മാറിയിട്ടോ അവളുടെ കലിപ്പായി. അമ്പലത്തിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പവുമായി അനീഷ്മ വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് ഇവിടുന്ന്
കുഴിമന്തി മേടിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് അല്ലേ? 4 ക്വാർട്ടർ, അപ്പോൾ ഒരു ഫുള്ളാകെ 4 പീസ് വേറെ വേറെ. പെരിപെരി പൊള്ളിച്ചത്, ഹണി, പിന്നെ ഒരു ബീഫും. അപ്പോൾ നമ്മൾ ബത്തേരിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ വണ്ടി കയറിയിട്ടുണ്ട്. ഏകദേശം എത്ര മണിയായി ഇപ്പോൾ? 1:22 ഇവിടുന്ന് എത്ര ടൈം എടുക്കും? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ അല്ലേ? എത്ര വേണോ? ഇത്ര ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. 1.5 മണിക്കൂറുണ്ടോ എന്തായാലും? 2:30-3 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ഫുഡ് കഴിച്ചിട്ടില്ല. ഇടയിൽ കാട്ടിലെന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ ഒരു ബോണസാ. അതെ, പണ്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഇല്ലി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. 2 സൈഡും ഇങ്ങനെ മൂടി നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇല്ലി പൂത്ത് പോയതാ അല്ലേ? രണ്ടാമത് നട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, നട്ടിട്ടില്ല. ബസ്സൊക്കെ ഇങ്ങനെ പോകും, ബസ്സൊക്കെ തട്ടിയൊക്കെ പോകുമായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിലുള്ള അമ്പലമാണ് ഇത്. ഏതടി അമ്പലം? പൊൻകുഴി അമ്പലം. ഈ വയനാട്ടിൽ ഈ ബലിയിടാനൊക്കെ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഇവിടെയല്ലേ വരുന്നത്? തിരുനെല്ലി കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഈ പൊൻകുഴി അമ്പലം. സീതാരാമ ക്ഷേത്രമാണിത്. ഹനുമാൻ ക്ഷേത്രം ഇല്ല അപ്പുറ സൈഡിൽ. എന്നോട് ചേർന്നിട്ടാണ് പുഴയും പോകുന്നത്. ഇവിടുന്ന് കാണുന്നില്ല. മുമ്പിൽ വലിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. അവിടെ ആനയോ എന്തോ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആനത്താരയാണിത്. അല്ലെങ്കിൽ മിക്കവാറും ആ ടോളിന്റെ ബ്ലോക്ക് ഇവിടെ വരെ വന്നതായിരിക്കും. ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. അവിടെയൊക്കെ ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ടാണ്? ആനത്താരയായുണ്ട്. ആന ക്രോസ് ചെയ്യുന്ന വഴി. കറക്റ്റ് 360 നമ്മളെ. ഇനി ബാക്കിയുണ്ടെങ്കിൽ എന്ത് മൃഗങ്ങളെ വേണമെങ്കിൽ കാണാം, സിംഹം ഒഴികെ അല്ലേ? യെസ്. ചീറ്റപ്പുലിനെ കാണുമോ? ചീറ്റപ്പുലി ഇവിടെ എത്തിയിട്ടില്ല അല്ലേ? കാടൊക്കെ എൻജോയ് ചെയ്തോണ്ട്, മരമൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. മരമാണ് വീക്ക്നെസ്. നോക്ക് അവിടെ ആന 1 2 ആനയുണ്ട്. രണ്ടല്ലടാ, കുറെ എണ്ണം ഉണ്ട്. 3 ഒന്നും കാണുന്നില്ല. കാണൂല. അവിടെ കുഞ്ഞ് ആന കുറെ എണ്ണം ഉണ്ട് എന്തായാലും. ഇത്ര നേരം വന്നിട്ട് ഇവിടുന്നാണ് ആനേനെ കണ്ടേ. യാനൈ മുന്നിട്ട് വന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് അടിച്ചാനാ. ഇറങ്ങിയിട്ടില്ലത്. അതാ പോണ്. ഇറങ്ങിപ്പോയി. പോയോ? അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാട് കഴിഞ്ഞു, ഇനി പൂക്കൾ കാണാൻ തുടങ്ങും. ഇവിടുന്ന് ഇങ്ങനെ വളവ് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും. നോക്കാലോ എവിടെയും. വണ്ടികളുടെ പ്രളയമായിരിക്കും എന്താ അത്? ആരും വീക്കെൻഡിലൊന്നും ഇവിടെ നിർത്തണ്ട കേട്ടോ. ഞായറാഴ്ച ഒന്നും ഇങ്ങോട്ട് ഒരു മനുഷ്യനും വന്നേക്കരുത്. ഒടുക്ക തിരക്കാണ്. എൻ്റെ ഗുണ്ടൽപേട്ട് ഇങ്ങനെ അല്ല. പക്ഷെ ഇപ്രാവശ്യം പൂ കുറവാണല്ലോ. നോക്ക്, അവിടെ ഒന്നും ഇല്ല അധികം. അപ്പോൾ നമ്മൾ പ്ലേറ്റ് 4 എണ്ണം ഇത് 2 ലിറ്റർ വെള്ളം മേടിച്ചിട്ടുണ്ട് ഈ ഒരു കടയിൽ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് കയറി വന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഈ റൈറ്റ് ഇതിലെ പോയി നോക്കുക ഉള്ളിലോട്ട്. അവിടെ എന്തോ കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാം. അത് ഹിമവത് ഗോപാൽസ്വാമിപേട്ടാന്ന് എഴുതി. 20 കിലോമീറ്റർ. യെസ്. ആ 2 കിലോമീറ്ററിലുള്ള വായിക്കും. ആ ബീച്ചിന് ഹള്ളി കറക്റ്റാ. ബമ്പർ അടിച്ചു. എത്ര? ആ മലയല്ലേ? യെസ്. ഗോപാൽസ്വാമി ഹിൽസ്. യെസ്. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടി. ഇവിടെ ഒരു തടാകമുണ്ട്, കാണുന്നുണ്ടോ? അത് എനിക്ക് കാണാം. അത് വലിയൊരു തടാകം. അത് അങ്ങോട്ട് ഇതുപോലെ വള്ളിയിൽ ആടാൻ പറ്റുന്ന സ്ഥലം വേണേ. യെസ്, അത് കുറച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അത് ഗോപാൽസ്വാമി അങ്ങ് എത്തണം. മഞ്ഞപ്പൂ. ഇത് മഞ്ഞപ്പൂ അല്ലേ? അത് ഓറഞ്ചാ. ഓറഞ്ച്. അത് കളറും അറിയത്തില്ല. അത് നല്ല ഇതുണ്ടല്ലേ, ലൂമിനൻസ്. ഇവിടെയൊക്കെ ഇപ്പൊ ഫുള്ള് ആളാണ്. പണ്ട് വരുമ്പോ ഇവിടെ ഒന്നും ആളേ ഉണ്ടാവില്ലായിരുന്നു വഴിയിൽ. അപ്പൊ അവിടെ നിർത്തണോ? രജിസ്ട്രേഷൻ നമ്പറുകളൊക്കെ ഓക്കെ, എല്ലാം KL ആയിരിക്കും, അത് ഉറപ്പാ. KL 57, KL 12, KL 73. Amazing. We can find.
നല്ലൊരു ലൊക്കേഷൻ. ഓരോന്നും അറിഞ്ഞു നട്ട പോലെ അല്ലേ. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട്. ഇവിടുന്ന് ഞാൻ പണ്ട് ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈനർ ചെയ്ത പോലെ ഉണ്ട്. അവരെന്തോ കൊടുത്തു, അത് കാരണം പോണേ ഉറങ്ങാൻ. എന്റെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഗോപാൽപുര കിട്ടിയില്ല കേട്ടോ. കിട്ടിയില്ല, കുഴപ്പമില്ല. തിരിച്ച ബാക്കിലുണ്ട്. ഇവിടെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകൾ ശ്രദ്ധിച്ചോ, അമ്പലം പോലത്തെ വീടൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഇവനാരാ, ഏറ്റവും റിച്ച് ആളുടെ വീടാട്ടോ ഇത്. ക്ലാഡിങ് ടൈലൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇത് നോക്ക്, അതിന്റെ ഗോപുരമൊക്കെ നോക്ക്. അതല്ലടാ ഇത്. ഞാൻ ആദ്യം വിചാരിച്ച ഈ സാധനം അമ്പലമാണ്. അവരുടെ ഗേറ്റ് ആണിത്. പടിവാതിൽ. പടിവാതിൽ. ഇതിൽ ബസ്സൊക്കെ ഉണ്ടല്ലോ. അതാണിത്. ഇടയ്ക്കൊക്കെ രാവണപ്രഭുവിലെ ഒട്ടുകുത്തടി. നമുക്ക് ഈ ആലിന്റെ ചുവട്ടിൽ അമ്പലം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ? ഇല്ല അവിടെ വേണ്ട. അമ്പലം അല്ലേ? ടൗണ് വേണ്ട. അയ്യോ, ഇവിടെ പറ്റില്ലേ. ഇവിടെ വീടുകളുള്ള സ്ഥലത്ത് അടുപ്പിച്ച് വീടുകള്, ബാക്കി ഹെക്ടർ കണക്കിന് സ്ഥലം കൃഷി സ്ഥലങ്ങൾ. ഇല്ലല്ലോ, ആ വഴിയല്ലല്ലോ. ഇതിന് അവന്മാര് വരുന്ന വഴി. അത് തന്നെ ഹള്ളി എന്നാ പറയുന്നവര്. നമ്മള് എന്താ ശ്രീഹള്ളി അല്ലല്ലോ. ഹിമവത് ഗോപാലസ്വാമി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു അങ്ങനെ ഒരു വഴിയാന്നുള്ളത് പറഞ്ഞ് വിശ്വസിക്കോ അല്ലേ? ഇല്ല, നമുക്ക് നേരെ മുമ്പിൽ അമ്പലമാണോ എന്താ അത് വീടാണോ? 2006 പണിത് അമ്പലല്ലേ? അമ്പലമാണോ വീടാണോ അറിയില്ല. നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും. എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാം. ഗോപാൽസ്വാമി ഹിൽസ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുന്നു. അടിപൊളി. അവിടെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് വണ്ടി നിർത്തി ഇതാ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഇറങ്ങി നേരെ ചാണകത്തിലേ കിട്ടിയല്ലോ. ഞാൻ എടുക്കണോ? ജാക്കിരി. ഈ കാറ്റ് എന്ത് രസാലേ. വാഴ മോനെ. അപ്പോൾ നമ്മൾ ബത്തേരിയിൽ നിന്ന് മേടിച്ച മന്തി ഗുണ്ടൽപേട്ടിൽ വന്ന് തിന്നുന്നു. ഞാനൊരു 2 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. അത് മൊത്തം തീർത്തിട്ടാണ് പോകാനുള്ള ഇടുന്നത്. ഞാൻ ഓരോന്നിലിട്. എല്ലാം കൂടി എടുക്കണ്ട, ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. 2 നിന്റെ ഒരൊറ്റ ഒരാളുടെ ഇതുകൊണ്ടാണ് നമ്മൾ ഗുണ്ടൽപേട്ടയിലോട്ട് വന്നേക്കുന്നത്. അത് ശരിയാ. നോക്കി, ഇവിടെ മഴയോ മഴ. നമുക്ക് അവിടുന്ന് മഴ വരുന്നുണ്ട്. അമ്പടി ഈ വണ്ടി ഓടിക്കുക. ഓടിച്ചു. ഗോമാത് ഉള്ളിത്തോട്ടല്ലേ? മല നോക്ക്. വാവ്, അമേസിങ് ഹിൽസ്. ഇതിന്റെ മുകളിലാണ് ഗോപാൽസ്വാമി ഹിൽസ്, ഗോപാൽസ്വാമി അമ്പലം. ഇവിടെ മാത്രമാണ് നമ്മൾ വന്നേ പിന്നെ സൂര്യകാന്തി കണ്ടേ. സൂര്യകാന്തി ഇങ്ങനെ നിൽക്കാൻ നല്ല സ്ഥലമേ. മുകളിലോട്ട് നോക്ക്, മുകളിലോട്ട് ആയി വരുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം ഇതിലെ വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് നല്ലൊരു സൂര്യകാന്തി പാടം കണ്ടത്. ഇത് കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോപാൽസ്വാമി അമ്പലത്തിലോട്ട് കയറുന്ന ടിക്കറ്റ് എടുക്കുന്നില്ലേ, അതിന് തൊട്ട് മുമ്പിലാട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ നല്ല രസമുണ്ട്, അടിപൊളിയാണ്.
ഇവിടെ ഉള്ളിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ എത്ര രൂപ മേടിക്കും എന്നറിയില്ല. ഇതിൻ്റെ ഈ പൂവിൻ്റെ കണ്ടില്ലേ, ഈ ഒരു സംഭവമാണ് എടുക്കുന്നത്. ഇതൊക്കെ പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. അടിപൊളി. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. അമേസിങ്. അമ്പാടിപ്പയ്യുകൾ നിൽക്കാൻ വേണ്ടി മാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഇതിൻ്റെ പേരാണ് സൂര്യകാന്തി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. യെസ്, സൂര്യകാന്തി പാടം, അമ്പാടിപ്പയ്യുകൾ മെയ്യും പാടം. ഇതാണ് ഇതാണ് പല റീലിലും വീഡിയോസിലും കണ്ടിട്ടുള്ള ഗോപാൽസ്വാമി പേട്ടയിലേക്ക് പോകുന്ന സ്ട്രെയിറ്റ് റോഡ്. ഇവിടെ ഇപ്പം നമുക്ക് ഫുള്ള് വണ്ടികളാണ്, അല്ലെങ്കിൽ ഇവിടെ ഒറ്റ വണ്ടി ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് നേരെ മുതുമല വഴി മറ്റേ സ്ഥലം ഏതായിരുന്നടാ? ഗൂഡല്ലൂർ കൂടി തിരിച്ച് റൗണ്ട് ട്രിപ്പ് അടിക്കാനാണ് പ്ലാന്. അതിലെ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മസനഗുഡി പോകാനുള്ള ഒരു ടൈമില്ല. വണ്ടിയും മോളും കിട്ടുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ? സൂം ചെയ്യണം.